വിദ്യാർത്ഥി പീഡനം നടന്നെന്ന ആരോപണത്തിന് വിധേയമായ കോട്ടയം ടോംസ് കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കണമെന്ന് സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ വിദ്യാഭ്യാസ മന്ത്രിക്ക് ശുപാർശ നൽകി. പാമ്പാടി നെഹ്റു കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന ജിഷ്ണു ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് പരീക്ഷയിൽ കോപ്പിയടിച്ചില്ലായിരുന്നുവെന്നും രജിസ്ട്രാർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, ടോംസ് കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കിക്കൊണ്ട് നടപടി വന്നിരിക്കുന്നു. എന്തൊക്കെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നടപടി? സാങ്കേതിക സർവകലാശാല നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിൽ ടോംസ് കോളേജിനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് മറിയ ഉള്ളത്. കോളേജ് പ്രവർത്തിക്കുന്നത് വളരെ മോശം സാഹചര്യത്തിലാണ്. വിദ്യാർത്ഥികളോട് ടോംസ് കോളേജിന്റെ ചെയർമാൻ ദയാർത്ഥ ചുവയോടുകൂടി സംസാരിക്കുന്നുണ്ടെന്ന് കുട്ടികളിൽ നിന്നും മൊഴി ലഭിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ചില വിദ്യാർത്ഥികളോട് കോളേജ് സമയത്തിന് മുമ്പ് കോളേജിലെത്താൻ അധികാരികൾ, പ്രത്യേകിച്ച് ടോംസ് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികളെ ചെയർമാന്റെ ഓഫീസ് റിസപ്ഷന്റെ ജോലികൾ ചെയ്യിപ്പിക്കുന്നതിനായി 1 മണിക്കൂർ മുമ്പ്, അതായത് കോളേജ് ആരംഭിക്കുന്നത് 9 മണിക്കാണെങ്കിൽ 8 മണിയോടുകൂടി കോളേജിലെത്താനാണ് കുട്ടികളോട് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് ഓരോ പെൺകുട്ടികൾ, ഈ 2 പെൺകുട്ടികൾ വീതം മാറി മാറി എല്ലാ ദിവസവും മാറി മാറി ജോലി നോക്കണമെന്നാണ് ചെയർമാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത്തരത്തിൽ കോളേജ് ചെയർമാന്റെ ഓഫീസ് ജോലികൾക്കായി പെൺകുട്ടികളെ നിയോഗിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പകുതിയിലേറെ അധ്യാപകർക്ക് മതിയായ യോഗ്യതകളില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം ലാബും ലൈബ്രറിയും അടക്കമുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത കോളേജിലുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പാമ്പാടി നെഹ്റു കോളേജിലെ ജിഷ്ണു പ്രണോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളാണ്. ജിഷ്ണു പ്രണോയ് ഏതെങ്കിലും തരത്തിൽ കുപ്പിയടിച്ചതായി തെളിവില്ലെന്നും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് രജിസ്ട്രാർ പത്മകുമാർ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നത്. കേരളത്തെ പിടിച്ചുകുലുക്കിയ 2 സംഭവങ്ങളിൽ വളരെ കൃത്യമായ റിപ്പോർട്ടാണ് സാങ്കേതിക സർവകലാശാല അധികാരികൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ടോംസ് കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കാനാണ് സാധ്യത. മറിയ, ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിൽ നിന്നും കേരളത്തിലെ ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർക്കാർ ബോധപൂർവം ഒഴിവാക്കി. നിശ്ചിത സമയത്തിന് 5 ദിവസം മുൻപ് കേരളം കേന്ദ്രത്തിന് പരിഗണനാ പട്ടിക നൽകിയിരുന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ വീഴ്ച മൂലമാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന വാർത്ത ശരിയല്ലെന്ന് കേരള ആഭ്യന്തര വകുപ്പിന്റെ രേഖകൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിൽ നിന്നും കേരളത്തെ ഒഴിവാക്കിയതിൽ ദുരൂഹത വർദ്ധിക്കുന്നു. ആഭ്യന്തര വകുപ്പ് കൃത്യസമയത്ത് പട്ടിക നൽകാത്തതിനാലാണ് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഇത്തവണ കേരളത്തിൽ ലഭിക്കാതിരുന്നതെന്നാണ് രാവിലെ മുതൽ പ്രചരിച്ചിരുന്ന വാർത്തകൾ. എന്നാൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വാർത്ത തെറ്റെന്ന് കണ്ടെത്തി. കേരളത്തിൽ നിന്നുള്ള പട്ടിക സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിരുന്ന അവസാന തീയതി 2017 ജനുവരി 4 ഓൺലൈനിലൂടെ മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ എന്നും അല്ലാതെയുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതല്ലെന്നും കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയ കത്തിൽ പറയുന്നു. എന്നാൽ ഇനി ഇത് കാണുക. ഡിസംബർ 27 ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതതല കമ്മിറ്റി കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ട ലിസ്റ്റ് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തിനായി നൽകി. ഡിസംബർ 30 വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രി ഫയലിൽ അന്തിമമായി ഒപ്പുവെച്ചു. 6:14 ഫയൽ സെക്ഷനിലെത്തി. ഉടൻ തന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ വെബ്സൈറ്റിലേക്ക് കേരളത്തിൽ നിന്നും പരിഗണിക്കപ്പെടേണ്ടവരുടെ പേരുകൾ അപ്ലോഡ് ചെയ്യാൻ ആരംഭിച്ചു. രാത്രി 10:58 വരെ അപ്ലോഡിംഗ് നീണ്ടുനിന്നതായി MHAയുടെ വെബ്സൈറ്റിന്റെ പ്രിന്റൌട്ട് രേഖകൾ വ്യക്തമാക്കുന്നു. സ്തർഹ്യ സേവനത്തിനായി കേരളം 15 പേരുടെ പേരുകളും വിശിഷ്ട സേവനത്തിനായി 4 പേരുടെ പേരുകളും നൽകി. 1 IG, 1 SP, 6 DYSP, 2 കമാൻഡന്റ്, 6 SI, 3 CPO എന്നിങ്ങനെയാണ് പട്ടിക നൽകിയത്. ഇതുകൂടാതെ തപാൽ വഴിയും പട്ടിക കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് പറ്റിയ അബദ്ധം മറികടക്കുന്നതിനായി വീഴ്ച കേരള സർക്കാരിൻ്റെ തലയിൽ ബോധപൂർവം കെട്ടിവെക്കുകയാണ്. കേരളത്തോടൊപ്പം ഗോവ, ജാർഖണ്ഡ്, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളും ചണ്ഡീഗഡ്, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും മെഡൽ പരിഗണിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ചരിത്രത്തിലാദ്യമായിട്ടാണ് കേരളത്തെ ബോധപൂർവം രാഷ്ട്രപതിയുടെ മെഡലിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. പഞ്ചാബിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ വൻ ജനകീയ പ്രഖ്യാപനങ്ങളുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. എല്ലാ വീട്ടിലും ഒരാൾക്ക് ജോലി, സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര, പെട്രോളിനും LPGക്കും വൻ വിലക്കുറവ് എന്നിങ്ങനെയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. അതേസമയം ലഹരി മാഫിയയുടെ തലവൻ മന്ത്രി വിക്രം സിംഗ് മജീദിയാണെന്നും അധികാരത്തിലെത്തിയാൽ മന്ത്രിയെ ജയിലിലടയ്ക്കും എന്ന് പ്രഖ്യാപിച്ചാണ് ആം ആദ്മി പ്രചാരണം. 10 വർഷത്തിന് ശേഷം ഭരണം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിൽ പ്രചരണം ശക്തമാക്കിയ കോൺഗ്രസ് വൻ ജനകീയ വാഗ്ദാനങ്ങളുടെ പ്രകടന പത്രികയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അധികാരത്തിലേറിയാൽ പെട്രോളിന് ലിറ്ററിന് 3 രൂപ കുറയ്ക്കും,
LPGക്ക് 15 രൂപ വെട്ടിക്കുറയ്ക്കും എന്നിങ്ങനെയാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പുറത്തിറക്കിയ പ്രകടന പത്രിക. മുതിർന്ന പൗരന്മാർ, സ്കൂൾ കുട്ടികൾ, വിമുക്ത ഭടന്മാർ, പോലീസ്, അർദ്ധസൈനികർ എന്നിവർക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്രയും പ്രകടന പത്രികയിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു. 3-2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയാൽ സത്ലജ് യമുന കനാൽ പദ്ധതി ജനകീയ താൽപര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി എന്നിങ്ങനെ പോകുന്നു മറ്റു വാഗ്ദാനങ്ങൾ. ഇതിനു പുറമെ കോഫി വിത്ത് ക്യാപ്റ്റൻ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ തന്ത്രങ്ങളും ക്യാപ്റ്റൻ നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ താരപ്രഭയും വിജയം കൊണ്ടുവരുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. എന്നാൽ 32% വരുന്ന ദളിത് വോട്ടുകൾ മുൻനിർത്തി ദളിത് വിഭാഗക്കാരനെ ഉപമുഖ്യമന്ത്രിയാക്കും. ലഹരി മാഫിയ തലവൻ മന്ത്രി വിക്രം സിംഗ് മജീദി എന്നും അധികാരത്തിലേറിയാൽ മന്ത്രിയെ ജയിലിലടയ്ക്കും തുടങ്ങിയുള്ള പ്രചരണങ്ങളാണ് ആം ആദ്മി നടത്തുന്നത്. എന്നാൽ ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിനും ആം ആദ്മിക്കുമിടയിൽ ഭിന്നിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശിരോമണി അകാലിദൾ BJP സഖ്യം. മനുശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ജനിക്കാൻ പോകുന്ന കുട്ടി ആണോ പെണ്ണോ എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയായിരിക്കും. എന്നാൽ ലിംഗനിർണയം കുറ്റകരമാണ് താനും. കുട്ടി എന്താണെന്നറിയാൻ കാത്തിരിക്കുന്നവർക്ക് കാനഡയിൽ നിന്നൊരു സന്തോഷ വാർത്ത കൂടി. ഗർഭിണിയുടെ രക്തസമ്മർദ്ദം പരിശോധിച്ചാൽ കുട്ടി എന്താണെന്നറിയാം. ലിംഗനിർണയ പരിശോധന കുറ്റകരമാണെങ്കിലും കുട്ടിയാണോ പെണ്ണോ എന്നറിയാൻ താൽപര്യമുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ പുതിയ വഴി തെളിഞ്ഞതായാണ് പഠനം. കാനഡയിലെ ശാസ്ത്രജ്ഞരാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയത്. അവരുടെ കണ്ടെത്തലനുസരിച്ച് ഗർഭിണിയുടെ രക്തസമ്മർദ്ദം പരിശോധിച്ചാൽ കുട്ടിയാണോ പെണ്ണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമത്രേ. ഗർഭിണിയാകുന്നതിന് മുൻപ് സ്ത്രീക്ക് രക്തസമ്മർദ്ദം കുറവായിരുന്നുവെങ്കിൽ പ്രസവിക്കുന്ന കുഞ്ഞ് പെണ്ണാവാനാണ് സാധ്യത. മറിച്ചാണെങ്കിൽ, അതായത് ഉയർന്ന രക്തസമ്മർദ്ദമാണുള്ളതെങ്കിൽ കുട്ടിയാണാകും. ഇന്ത്യൻ വംശജനായ രവി രത്നാകരൻ നയിച്ച സംഘമാണ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയത്. കാനഡയിലെ മൗണ്ട് സിനായ് ആശുപത്രിയിലെ എൻഡോക്രൈനോളജിസ്റ്റാണ് അദ്ദേഹം. ഇതേക്കുറിച്ച് പഠനം നടക്കുന്നത് ആദ്യം ഗർഭിണിയാവുന്നതിന് മുൻപ് സ്ത്രീകളുടെ രക്തസമ്മർദ്ദവും പിന്നീടുള്ള രക്തസമ്മർദ്ദവും കുട്ടിയുടെ ലിംഗനിർണയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് ഇതുവരെ ആരും പഠന വിധേയമാക്കിയിട്ടില്ലെന്നും രവി ചൂണ്ടിക്കാട്ടുന്നു. നിരവധി പേരെ പരീക്ഷണ വിധേയരാക്കി. ലിംഗനിർണയം സംബന്ധിച്ചുള്ള പഠനത്തിനായി നിരവധി സ്ത്രീകളെയാണ് പരീക്ഷണ വിധേയമാക്കിയത്. 2009 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ പരീക്ഷണത്തിൽ ചൈനയിലെ ലിയുയാങ്ങിലെ 3375 പേരെയാണ് നിരീക്ഷിച്ചത്. ന്യൂസ് ഡെസ്ക്. കശുവണ്ടി പരിപ്പും ബദാമും എന്നും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എന്നാൽ അതൊക്കെ കഴിച്ചാൽ വണ്ണം വെക്കുമല്ലോ എന്നാണ് പലരുടെയും ധാരണകൾ. എന്നാൽ അത്തരം ആശങ്കകൾ ഇനി വേണ്ട. നട്ട്സിനോട് നോ പറയേണ്ട എന്ന് മാത്രമല്ല, അവ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമല്ലെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. കശുവണ്ടിയോ നിലക്കടലയോ ബദാമോ എന്തുമാകട്ടെ, ഏകദേശം 20 ഗ്രാം അണ്ടിപ്പരിപ്പ്, അതായത് ഒരു പിടി നട്ട്സ് ദിവസവും കഴിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ഹൃദ്രോഗം, അർബുദം, അകാലമരണം ഇവയ്ക്കുള്ള സാധ്യതയും കുറയ്ക്കുമെന്നാണ് പുതിയ പഠനം പറയുന്നത്. ദിവസവും ഒരു പിടി നട്ട്സ് കഴിക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത 30%, അർബുദ സാധ്യത 15%, അകാല മരണ സാധ്യത 22% വീതവും കുറയ്ക്കുമെന്ന് പഠനം പറയുന്നു. നട്ട്സ് കഴിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുള്ള സാധ്യത പകുതിയും പ്രമേഹ സാധ്യത 40% കുറയ്ക്കുമെന്നും ഗവേഷകർ പറയുന്നു. അണ്ടിപ്പരിപ്പിന്റെ ഉപയോഗവും രോഗസാധ്യതയും തമ്മിൽ നിലവിലുള്ള പഠനങ്ങൾ അപഗ്രഥിച്ച് ലോകത്താകമാനമുള്ള 8,19,000 പേരെ പങ്കെടുപ്പിച്ച പ്രസിദ്ധീകൃതമായ 29 പഠനങ്ങൾ പരിശോധിച്ചു. കൊറോണറി ഹാർട്ട് ഡിസീസ് ഉള്ള 12,000 കേസുകളും പക്ഷാഘാതം 9,000-ഉം ഹൃദയസംബന്ധമായ രോഗങ്ങൾ 18,000-ഉം അർബുദവും മറ്റു മരണങ്ങളും 85,000-ഉം എന്ന തോതിലാണ് പരിശോധിച്ചത്. ഇംപീരിയൽ കോളേജ് ലണ്ടനിലെയും നോർവീജിയൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെയും ഗവേഷകരാണ് പഠനം നടത്തിയത്. ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയതിനാൽ അണ്ടിപ്പരിപ്പ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നട്ട്സുകളിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ സമ്മർദ്ദത്തെ പ്രതിരോധിച്ച് അർബുദ സാധ്യത കുറയ്ക്കുന്നു. നട്ട്സുകളിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെങ്കിലും നാരുകളും മാംസ്യവും ഉള്ളതിനാൽ പൊണ്ണത്തടി കുറയ്ക്കാനും സഹായിക്കുമെന്ന് പഠനം പറയുന്നു. BMC മെഡിസിൻ എന്ന ജേണലിൽ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിശാഗന്ധി നൃത്തോത്സവത്തിൽ ആസ്വാദകരുടെ മനം കവർന്ന പ്രശസ്ത നർത്തകി പത്മശ്രീ ഗീതാചന്ദ്രന്റെ ഭരതനാട്യം. പാരമ്പര്യവും പരീക്ഷണങ്ങളും ഒത്തിണക്കിയായിരുന്നു ഗീതാചന്ദ്രന്റെ പ്രകടനം. വശ്യമായ അംഗവിക്ഷേപങ്ങളാലും ലാസ്യഭാവങ്ങളാലും ആകർഷണീയമായിരുന്നു പ്രശസ്ത നർത്തകി പത്മശ്രീ ഗീതാചന്ദ്രന്റെ ഭരതനാട്യം.
മഹാദേവ ചരിതവും രാധാരമണ സ്തുതിയും 4 ഭാഗങ്ങളായി ഗീതാചന്ദ്രൻ ചുവടുകളിലൂടെ ആവിഷ്കരിച്ചു. അവനവനിൽ തന്നെയാണ് ശാന്തി എന്ന മഹത്തായ സന്ദേശം നൽകിയ ഭരതനാട്യം നൃത്താസ്വാദകരുടെ മനം നിറച്ചു. നിശാഗന്ധി നൃത്തോത്സവത്തിന്റെ 4ാം ദിനത്തിൽ നടന്ന പ്രകടനം പ്രത്യേക വെളിച്ച സംവിധാനങ്ങളുടെ മികവുകൊണ്ടും വേറിട്ടു നിന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BCCIയുടെ താൽക്കാലിക ഭാരവാഹികളെ സുപ്രീം കോടതി ഇന്നും പ്രഖ്യാപിച്ചില്ല. ഭാരവാഹികളെ നിർദ്ദേശിക്കാൻ BCCIക്കും കേന്ദ്ര സർക്കാരിനും കോടതി അനുമതി നൽകി. അതിനിടയിൽ ഭാരവാഹികളെ ഉടൻ പ്രഖ്യാപിക്കരുതെന്നും കായിക സംഘടനകളെ ശുദ്ധീകരിക്കാൻ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുകയാണെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസിൽ തിങ്കളാഴ്ച അന്തിമ തീരുമാനമുണ്ടാകും. BCCIയുടെ ഭരണസമിതിയിലേക്കുള്ള ഭാരവാഹികളെ നിയമിക്കുന്നത് സുപ്രീം കോടതി നീട്ടുകയാണ്. താൽക്കാലിക ഭരണസമിതിയെ ഇന്നും പ്രഖ്യാപിച്ചില്ല. ലോധ സമിതി റിപ്പോർട്ട് നടപ്പാക്കാത്തതിന് പുറത്താക്കിയ ഭാരവാഹികൾക്ക് പകരം 9 പേരുടെ പാനൽ അമിക്കസ് ക്യൂറി അനിൽ ധവാൻ, ഗോപാൽ സുബ്രഹ്മണ്യം എന്നിവർ കോടതിയിൽ നൽകിയിരുന്നു. എന്നാൽ ഈ പേരുകൾ BCCI കോടതിയിൽ എതിർത്തു. ഇതിനെ തുടർന്നാണ് ഭാരവാഹികളുടെ പേരുകൾ സീൽ ചെയ്ത കവറിൽ കോടതിയിൽ നൽകാൻ BCCIക്ക് അനുമതി നൽകിയത്. ലോധ സമിതി നിർദ്ദേശങ്ങൾ അനുസരിച്ച് പേരുകൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതി അനുമതി നൽകി. അതിനിടയിൽ BCCI ഭാരവാഹികളെ കോടതി ഉടൻ പ്രഖ്യാപിക്കരുതെന്നും രാജ്യത്തെ കായിക സംഘടനകളെ ശക്തിപ്പെടുത്താൻ നിയമനിർമ്മാണത്തിന് സർക്കാർ ഒരുങ്ങുകയാണെന്നും അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ ഇതുവരെ കേന്ദ്ര സർക്കാർ എവിടെ പോയി എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം. രാജ്യത്തെ കായിക സംഘടനകളെ മുഴുവനായി ശുദ്ധീകരിക്കുമെന്ന് അവകാശപ്പെട്ട അതേ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ BCCIയുടെ ഭാരവാഹികളെ ഉടൻ പ്രഖ്യാപിക്കരുതെന്ന് ആവശ്യപ്പെട്ടത് ആശ്ചര്യമുണർത്തുന്നതായി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ജൈവ കൃഷിയിൽ പേരുകേട്ട കഞ്ഞിക്കുഴി പഞ്ചായത്ത് പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിലും 1ാം സ്ഥാനത്തേക്ക്. 25 ലക്ഷത്തിലധികം പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്ത് എല്ലാ കുടുംബങ്ങളിലും പച്ചക്കറി എന്ന ലക്ഷ്യത്തിലേക്കാണ് പഞ്ചായത്തിന്റെ യാത്ര. പച്ചക്കറി ഉൽപാദനത്തിൽ കഴിഞ്ഞ വർഷത്തെ ജില്ലയിലെ മികച്ച പഞ്ചായത്തും കഞ്ഞിക്കുഴി തന്നെയാണ്. കേരളത്തിൽ ഏറ്റവുമധികം ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചായത്തുകളിലൊന്നാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത്. കഴിഞ്ഞ വർഷം മാത്രം 14 കോടി രൂപയുടെ അധിക വരുമാനമാണ് ഈ പഞ്ചായത്തിൽ മാത്രമുണ്ടായത്. അതുകൊണ്ട് തന്നെ ജൈവ പച്ചക്കറി ഉൽപ്പാദനത്തിൽ ആലപ്പുഴ ജില്ലയിൽ 1ാം സ്ഥാനവും ഈ പഞ്ചായത്ത് കരസ്ഥമാക്കി കഴിഞ്ഞു. പച്ചക്കറി ഉൽപ്പാദനത്തിൽ മികച്ചു നിന്ന മറ്റ് 45 പഞ്ചായത്തുകളെ പിന്തള്ളിയാണ് കഞ്ഞിക്കുഴി ഈ നേട്ടം കൈവരിച്ചത്. പ്രസിഡന്റ് പി രാജു. കേരള ഗവൺമെന്റിന്റെ നവകേരള മിഷനുമായി ബന്ധപ്പെട്ട് ഹരിത കേരളത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുഴുവൻ കുടുംബങ്ങളിലും ജൈവ കൃഷി ആരംഭിക്കണമെന്നുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കൃഷി നടന്നു വരികയാണ്. കഴിഞ്ഞ 14-15 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരമാണ് കഞ്ഞിക്കുഴി ഈ നേട്ടം കൈവരിച്ചത്. ഈ വർഷവും 25 ലക്ഷം പച്ചക്കറി തൈകളാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ മാത്രം വിതരണം ചെയ്തിരിക്കുന്നത്. വിത്ത് മുതൽ വിപണി വരെ എന്നതാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും പുതിയ യുവാക്കൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ കുടുംബങ്ങളിലും പച്ചക്കറി എന്ന ലക്ഷ്യവും കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഇതിനോടകം സ്വന്തമാക്കി കഴിഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.